Dear students, welcome to SS Physics classes. KVPY Scholarship Examination Day previous year question papers ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. KVPY സ്കോളർഷിപ്പിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ ഐസറുകളിലേക്കും ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്കും ഡയറക്റ്റ് അഡ്മിഷൻ ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്രി പഠനകാലത്ത് അറൌണ്ട് 5,000 റുപ്പീസും PG പഠനകാലത്തിൽ 8,000ഉം PhD ചെയ്യുമ്പോൾ 25,000 റുപ്പീസും നമുക്ക് സ്കോളർഷിപ്പ് നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. അത് ക്ലാസ് 11, 12 അതോടൊപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്നതാണ്. അതിലെ ക്ലാസ് 12ലെയും ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന SBSX സ്ട്രീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. SBSX സ്ട്രീം വരുമ്പോൾ നമ്മുടെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇൻ ടോട്ടൽ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലും 30 വെച്ച് 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദ്യമായിട്ട് വരിക. ഈ 120 ക്വസ്റ്റ്യൻസിലെ 2 പാർട്ടുകളായിട്ടാണ്. പാർട്ട് 1ലെ ഓരോ സബ്ജക്റ്റിനും നമുക്ക് 20 ക്വസ്റ്റ്യൻസും പാർട്ട് 2ൽ 10 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. മൈനസ് മാർക്കിങ്ങിന് വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. സാധാരണ പാർട്ട് 1ലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് +1 ആണ് ഓരോ ശരി ഉത്തരത്തിന് നൽകുന്നതെങ്കിലും മൈനസ് വാല്യൂ വരുമ്പോൾ അതിന്റെ 1/4. പാർട്ട് 2ൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ -0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരിക. ഇപ്പൊ ടോട്ടൽ 160 മാർക്സിനാണ്. സാധാരണ ഒരു ഇൻ ടോട്ടൽ 45 to 55% സ്കോർ നിങ്ങൾക്ക് KVPY നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾ KVPY സ്കോളർ ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മുടെ SBSX വരുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. സാധാരണ നമ്മുടെ പാർട്ട് 1 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും 3 സബ്ജക്ട്സ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. പക്ഷെ പാർട്ട് 2ൽ നിന്ന് ഏതെങ്കിലും 2 സബ്ജക്ട്സും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല നിലവാരമുള്ള ഹൈഡ് ഓർഡർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് വെയിറ്റ് ചെയ്യപ്പെടുക. ഒരു പരിധിവരെ അഡ്വാൻസ്ഡിന്റെ ലെവലിലോളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് വളരെ സീരിയസോടെ പ്രിപ്പയർഡ് ആകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിൽ ഏറ്റവും മികച്ച ഒരു സ്കോർ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫിസിക്സിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ആക്കി. അപ്പൊ ഇപ്പോൾ 31 to 40 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ചെയ്യാൻ. സോ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ് വൺ. ദ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ shown below in the figure consisting of one isobar, one adiabatic and one isotherm is 50%. The ratio X between the highest and the lowest temperatures attained in the cycle obeys. What is the relation? So keep in mind here X is nothing but highest and lowest temperature തമ്മിലുള്ള റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് റിലേഷൻ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് പ്രോസസ് ആണ്. നമുക്ക് അതിനെ ഒന്ന് ലേബൽ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യത്തെ ഐസോബാറിക് പ്രോസസ് ആണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണെന്നിരിക്കട്ടെ. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ അത് T2 ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ. പിന്നെ അഡയബാറ്റിക് എന്നാണ് പറയുക. പിന്നെ അടുത്ത ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ റിമൈൻസ് അൺചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ അതിന്റെ 2 എൻഡിലുമുള്ള ടെമ്പറേച്ചർ റിമൈൻസ് സെയിം ആയിരിക്കും. ഇനി ആ തുടക്കത്തിലുള്ള പ്രഷർ നമുക്ക് P1 ആയിട്ട് നമുക്ക് കൊടുക്കാം.
അടുത്ത ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഷർ P2 ആയിരിക്കട്ടെ. യെസ്, ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് അല്ലെ, ഫോർ ദിസ് സൈക്ലിക് പ്രോസസ്സസ് ഹോൾ. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%, 0.5, 1/2 എന്നാണ് തന്നിരിക്കുക. അപ്പൊ സാധാരണ രൂപത്തിൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ ഒരു സൈക്കിൾ പ്രോസസ്സിൽ നിന്ന് വർക്ക് ഡിവിഷൻ ബൈ സ്വാഭാവികപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി അല്ലെ, ദ ഹീറ്റ് സപ്ലൈഡ്, ഇതിനെയാണ് നമ്മൾ സാധാരണ എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം സാധാരണ നമ്മുടെ ഈ കാർനോട്ട് സൈക്കിൾ മാതിരിയുള്ള കേസസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു റിസർവയറിൽ നിന്ന് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സ്വീകരിക്കുന്നു, വർക്ക് ചെയ്തിട്ട് ബാലൻസ് ആണ് നമ്മൾ റിസർവറിലേക്ക് അല്ലെങ്കിൽ സിങ്കിലേക്ക് നമ്മൾ മടക്കി കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് ദ ഹീറ്റ് റിസർവയറിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച എമൗണ്ട് ഓഫ് എനർജി മൈനസ് നമ്മൾ നമ്മുടെ കോൾഡ് റിസർവയറിലേക്ക് നമ്മൾ റിജക്റ്റ് ചെയ്ത ഹീറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ഹീറ്റ് സപ്ലൈഡ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് 1/2 ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ആ ഹീറ്റ് അക്സെപ്റ്റേഷൻ ഫ്രം ദാറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഐസോബാറിക് പ്രോസസ് എന്നാണ് പറയുക അല്ലെ. അപ്പൊ QH നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മറക്കണ്ട, NCP ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആസ് ΔT എന്നുള്ള കോൺസെപ്റ്റില് നമുക്ക് എടുക്കാൻ പറ്റും. ഗുഡ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് QC ആണ്. പക്ഷെ QC എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കണം റിജക്ഷൻ ആണ് അല്ലെ. അതിവിടെ സംഭവിച്ചിരിക്കുന്നത് ഐസോതെർമായിട്ടാണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഇന്റേണൽ എനർജിക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുമ്പോൾ മറക്കരുത്, Q എന്ന് പറയുന്നത് ΔU പ്ലസ് ΔW ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ തന്നെ ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് N മോളാണ് അവിടെ ഉള്ളതെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം nRT ഇൻറ്റു ലോഗ് ദ കോൺസെപ്റ്റ് S is equal to P1 division by P2. സോ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. That division by QH, so we know that is NCP ΔT. ഈ വാല്യൂ ആണ് നമുക്ക് 1/2 ആയിട്ട് നമുക്ക് തന്നിരിക്കുക. നമുക്കൊന്ന് ക്രോസ് ചെയ്താൽ 2NCP ΔT മൈനസ് nRT ln P1 by P2 എന്ന് പറയുന്നത് is given as is equal to NCP ΔT. സോ ഇവനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ യു ഗെറ്റ് ദ വാല്യൂ യെസ് NCP ΔT എന്ന് പറയുന്നത് nRT ln P1 by P2 എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഒരു കാര്യം ഓർക്കണേ, ഇവിടെ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ ഇവിടെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ നമുക്ക് N നമുക്ക് ക്യാൻസൽ ആക്കി നമുക്ക് കളയാം. എന്താണ് CP? അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് നമ്മുടെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സിന്റെ കോൺസെപ്റ്റ് ഒന്ന് എടുത്തേ. അപ്പൊ അവിടെ നമുക്ക് പറയാം CP by CV എന്ന് പറയുന്നത് ഗാമയാണ് അല്ലെ. അതോടൊപ്പം നമുക്കറിയാം CP മൈനസ് CV എന്ന് പറയുന്നത് 6 അല്ലേ. അപ്പൊ CVക്ക് പകരം നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? CP ഡിവിഷൻ ബൈ CP മൈനസ് 6 ആണ് ഇവിടെ ഗാമയായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് CPയുടെ റിലേഷൻ അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഒന്ന് ക്രോസ് ചെയ്താൽ CP is equal to ഗാമ CP മൈനസ് ഗാമ R ആയിട്ട് നമുക്ക് എടുക്കാം. So you can write for gamma R, so that is equal to yes CP into gamma minus 1. അങ്ങനെയാണെങ്കിൽ CPയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു R. യെസ്, അപ്പൊ നമുക്ക് CPയെ നമുക്ക് ഈ ഒരു വാല്യൂ കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും
നമ്മൾ ഓർത്തിരിക്കണം, ഈ ആറും അങ്ങനെയുള്ള പദങ്ങളൊന്നും തന്നെ നമ്മുടെ ആൻസറിലേക്ക് വരുന്നില്ല. സോ അവയെല്ലാം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമുക്ക് സി പിയുടെ കോൺസെപ്റ്റ് കിട്ടി. ഡെൽറ്റ ടി നമുക്കറിയാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാണ്. പക്ഷെ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ P1 P2വിനെ എങ്ങനെ നമുക്ക് ടെമ്പറേച്ചറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. സോ അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അഡയബാറ്റിക് പ്രോസസ്സ്. സാധാരണ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ രണ്ട് കേസസ് ആയിട്ട് എടുത്താൽ എയും ബിയും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയാറുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പി എ ബി എ റൈസ് ടു ഗാമ എന്ന് പറയുന്നത് പി ബി വി ബി റൈസ് ടു ഗാമ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് റിലേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ. എങ്ങനെ ആകാം? ദാറ്റ് പി എ റൈസ് ടു 1 മൈനസ് ഗാമ ഇൻറ്റു ടി എ റൈസ് ടു ഗാമ എന്ന് പറയുന്നത് പി ബി റൈസ് ടു 1 മൈനസ് ഗാമ ഇൻറ്റു ടി ബി റൈസ് ടു ഗാമയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പി എ ബൈ പി ബി റൈസ് ടു ദാറ്റ് 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് ടി ബി ബൈ ടി എ റൈസ് ടു ഗാമയാണ്. അത് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടത്തെ കേസിൽ നമ്മുടെ P1 P2, സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഐസോതെർമൽ പ്രോസസ് ആണ്. അപ്പോൾ ഇവിടത്തെ T1ൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ, സോറി അഡയബാറ്റിക് പ്രോസസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം T2വിൽ നിന്ന് T1ലേക്കാണ് മൂവ്മെന്റ്. അത് നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കണേ. സോ T2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് P1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതോടൊപ്പം T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് P2 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് P1 ബൈ P2 റൈസ് ടു 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് ടി ബി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് പി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T1. അത് ഓർമ്മയിരിക്കട്ടെ, അതിനനുസരിച്ച് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് P1 ബൈ P2വിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, T1 ബൈ T2 റൈസ് ടു ഗാമ ബൈ 1 മൈനസ് ഗാമ. സോ ദാറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ ഈ രണ്ട് റിലേഷൻസ് നമ്മൾ കൊണ്ടുപോവുകയാണ്. സി നോക്കിയേ, ദിസ് റിലേഷൻ, അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് സി പിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി P1 ബൈ P2വിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നോക്കൂ, ശ്രദ്ധിക്കൂ. സോ നമ്മൾ എടുത്ത റിലേഷൻസ് ഞാൻ ഒരിക്കൽ കൂടി എഴുതുകയാണ്. സോ ഒന്ന് എൻ സി പി ഡെൽറ്റ ടി എന്ന് പറയുന്നത് 2n RT ln P1 ബൈ P2. അവിടെ നിന്ന് നമുക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കണേ, സി പി എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ആർ ആയിട്ട് നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ P1 ബൈ P2 റൈസ് എന്ന് പറയുന്നത് we can write to be as is equal to T1 by T2 raised to gamma by gamma minus 1. അപ്പം സോറി 1 മൈനസ് ഗാമ, 1 മൈനസ് ഗാമ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് നമുക്ക് അതേപടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചാലോ. എന്താണ് സി പി എന്ന് പറയുന്നത് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ആർ ഇൻറ്റു ദാറ്റ് ടെമ്പറേച്ചർ ചേഞ്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 അല്ലെ. യെസ്, ദാറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു, കാരണം ഇത് നമ്മുടെ T1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, ഇത് T2 ആണ്, ഇത് T1 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു തരത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു T1 ഇൻറ്റു ln P1 ബൈ P2ക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, T1 ബൈ T2 ഇൻറ്റു ഗാമ ബൈ 1 മൈനസ് ഗാമ. അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓർക്കുക ദാറ്റ് ln that is something function, say k raised to n എന്നാണ് വരുമെങ്കിൽ നമുക്കതിനെ n ln k ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. അതേപോലെ ഈ വാല്യൂവിനെ
യെസ്. അപ്പോൾ പക്ഷെ ഇവിടെ നോക്കിയ ഗാമ ബൈ ഗാമ മൈനസ് 1 ആണ്. ഇവിടെ വരുന്നത് ഗാമ ബൈ 1 മൈനസ് ഗാമയാണ്. അപ്പോൾ ഒരു മൈനസ് സൈൻ അവിടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ആ മൈനസ് സൈൻ എടുക്കാൻ വേണ്ടി ഈ റേഷ്യോ നമുക്ക് തിരിച്ചെഴുതിയാൽ പോരെ. ലോഗരിതത്തിന്റെ ആ ഒരു പ്രോപ്പർട്ടി മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? 2r t1 ഇൻറ്റു L1 t2 ബൈ t1 റേസ് ടു യെസ്. നമുക്ക് എങ്ങനെ എഴുതാം? 1 ഗാമ ബൈ ദാറ്റ് ഗാമ മൈനസ് ആ പവറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 2r t1 ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് ln t2 ഡിവിഷൻ ബൈ t1 ആക്കി നമ്മൾ മാറ്റി. സോ അതാണ് ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു r ഇൻറ്റു t2 മൈനസ് t1. അപ്പൊ അവിടെയുള്ള നമുക്ക് ഗാമ ബൈ ഗാമ മൈനസ് 1 ക്യാൻസൽ ആക്കാൻ നമുക്ക് r നമുക്ക് ക്യാൻസൽ ആക്കി നമുക്ക് കളയാൻ പറ്റും. സോ നമുക്ക് റെസ്റ്റ് വന്നത് t2 മൈനസ് t1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2t1 ഇൻറ്റു ln t2 ബൈ t1. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കണേ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എക്സ് എന്നാണ് നമ്മളോട് പറയാം. യെസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ T2 എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ടും ലോ ടെമ്പറേച്ചർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് T2വിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ടൈംസ് ഓഫ് T1 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് T1 മൈനസ് T1 എന്ന് പറയുന്നത് 2t1 ഇൻറ്റു ln ദാറ്റ് എക്സ് T1 ബൈ T1 ആക്കി നമുക്ക് എടുക്കാം. സോ ഈ 2വിനെ നമുക്ക് ഇതിന്റെ പവറാക്കി മാറ്റി കഴിഞ്ഞാൽ സോ വി ഗെറ്റ് ദ വാല്യൂ ln എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് T1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് നമുക്ക് കിട്ടി. T1 നമുക്ക് ക്യാൻസൽ ആകാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സി എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് ln എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടി. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് കൊടുത്തേ. സോ ഈ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് ബി ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രസൻസ് ഓഫ് മൈൻഡും എക്സ്പീരിയൻസും ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്പൊ അത് ഒന്നുകൂടെ ചെയ്ത് പഠിക്കുവാനുള്ള ഈ ഒരു രീതി ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തില് നമ്മുടെ എഫിഷ്യൻസി റിലേഷനിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഇവിടെ ഏക തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലോവസ്റ്റ് ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ലിങ്കാണ്. അതുകൊണ്ട് നമുക്കുള്ള പാരാമീറ്റേഴ്സിനെ എല്ലാം ടെമ്പറേച്ചറിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ നമ്മൾ ശ്രമിച്ചു. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്ക് കുറച്ച് നല്ല എന്താ പറയാ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വന്നിരിക്കുന്നത്. നോക്കി നമ്പർ 32. A right angled isosceles prism that is held on the surface of the liquid composed of miscible solvents A and B of refractive index Na equal to 1.5 and Np equal to 1.3 respectively. The refractive index of the prism is given as 1.5 and that of the liquid is given by NL is equal to Ca Na plus 1 minus Ca into Np, where Ca is the percentage of solvent A in the liquid. If theta is the critical angle at the prism liquid interface, the plot which best represents the variation of critical angle with the percentage of solvent. അപ്പൊ സി എ വേഴ്സസ് തീറ്റ സിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ. ഇപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എൻ എൽ എന്ന് പറയപ്പെടുന്ന ഒരു രണ്ട് ലിക്വിഡിന്റെ ഒരുമിച്ച് ചേർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ പി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ റിലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 1 by the refractive index of the denser with respect to rare. അപ്പൊ നമുക്ക് പ്രിസം വിത്ത് റെസ്പെക്ട് ടു ലിക്വിഡ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ 1 by NB ഡിവിഷൻ ബൈ L എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഇനി എത്തേണ്ടതായിട്ടുണ്ട്.
അപ്പൊ അവിടെ എൻ ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ അറൈവ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് സൈൻ തീറ്റ സി എന്ന് പറയുന്നത് യെസ് എൻ എൽ ബൈ എൻ പി ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് തന്നിരിക്കുകയാണ്. എന്താണ്? സി എ എൻ എ പ്ലസ് 1 മൈനസ് സി എ ഇൻറ്റു എൻ പി എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് എൻ എ ആയിട്ട് തന്നിരിക്കുക? എൻ എ എന്ന് പറയുന്നത് 1.5 ആണ്. 1 മൈനസ് സി എ ഇൻറ്റു ദാറ്റ് എൻ പി. എൻ പി എത്രയാണ്? 1.30 ആണ്. So that is equal to 1.5 CA plus 1.3 minus 1.3 CA. അപ്പോൾ 1.5 മൈനസ് 1.3 എന്ന് പറയുമ്പോൾ we get as simply 0.2 CA plus 1.3. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് ആയിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് സൈൻ തീറ്റ സി എന്ന് പറയുന്നത് 1.3 plus 0.2 CA division by that NP. NPയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷൻ. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എപ്പോഴും ഇതാ 3 ടൈപ്പ് ഗ്രാഫ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? യെസ്. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. Theta C is the critical angle at the prism liquid interface. The plot best represents the variation of critical angle with the percentage of solvent. അപ്പോൾ സി എക്കുള്ള വ്യത്യാസം, ഇപ്പൊ സപ്പോസ് സി എ 0 ആണെന്നിരിക്കട്ടെ, അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ സൈൻ തീറ്റയ്ക്ക്. ഗുഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു പോസിറ്റീവ് വാല്യൂ അല്ലേ? അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻസും അവിടെ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരണം. സൈൻ ഫംഗ്ഷൻ ആണ് അല്ലെ? സൈൻ ഫംഗ്ഷൻ വരുമ്പോൾ അതൊരു കർവ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതോടൊപ്പം നോക്കി സി എ 0 ആകുമ്പോൾ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ കർവാണ്, സ്ട്രെയിറ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. സോ എ ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 32 നമുക്ക് കിട്ടുക. വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ, എ സ്റ്റുഡന്റ് posits that energy is quantized as E is equal to minus E0 by N, where N is a positive integer. Then which of the following options is correct? The radius proportional to root n, velocity proportional to root n, angular speed 1 by n, angular momentum root n. അപ്പൊ ഇത് ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഓപ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുക്കാം. നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ മൂവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം the centric petal force for that is given by the electrostatic force of attraction അല്ലെ? So that is nothing but equal to K into that nucleusലെ charge into electron in the charge division by that separation square. ഒരു ആറ് നമുക്ക് ക്യാൻസൽ ആക്കി നമുക്ക് കളഞ്ഞാൽ so you get the value m into v square എന്ന് പറയുന്നത് K Z E square division by R ആയിട്ട് എടുക്കാം. നമുക്ക് കൈനറ്റിക് എനർജി എന്നൊരു പദത്തിലേക്ക് പെട്ടെന്ന് വരാം അല്ലെ? ജസ്റ്റ് ഹാഫ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പൊ കൈനറ്റിക് എനർജിക്കുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇസഡ് ഇ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്കറിയാം അത് സിമ്പിൾ ആയിട്ട് കെ ഇൻറ്റു 2 ചാർജസ് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് ഇസഡ് ഇ ആണ്, അടുത്തത് മൈനസ് ഇ ആണ്. അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ആറായിട്ട് നമുക്ക് എടുക്കാം. ഇനി എന്താണ് ടോട്ടൽ എനർജി ആയിട്ട് വരുന്നത്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ? അത് നമുക്കറിയാം മൈനസ് ഓഫ് കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലെ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു യെസ് കെ ഇസഡ് ഇ സ്ക്വയർ ഡിവിഷൻ ബൈ 2r ആയിട്ട് നമുക്ക് പറയാം. ബട്ട് ദാറ്റ് ടോട്ടൽ എനർജി ആണ്. അപ്പൊ ടോട്ടൽ എനർജി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മൈനസ് കെ ഇസഡ് ഇ സ്ക്വയർ ഡിവിഷൻ ബൈ 2r
എന്ന് പറയുന്നത് -E0 ഡിവിഷൻ ബൈ n എന്നാണ് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം R എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ പ്രൊപ്പോർഷണൽ ടു n എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ അല്ല. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് വി നീഡ് ടു ഫോളോ. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ട് ലിങ്ക് ചെയ്ത് പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് KZ ഡിവിഷൻ ബൈ 2R അല്ലെ. അപ്പൊ ഉറപ്പിച്ച് പറയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. പക്ഷെ R പ്രൊപ്പോർഷണൽ ടു n അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. പക്ഷെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് v² അല്ലേ. That is proportional to 1/n അല്ലേ. That means v² proportional to 1/n. That means that speed is proportional to 1/√n. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ചോയ്സും തെറ്റാണ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആംഗുലാർ മൊമെന്റമായിട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അടുത്ത് വേണ്ടത് നമുക്ക് ആംഗുലാർ സ്പീഡാണ്, ഒമേഗയാണ് അല്ലെ. സോ നമുക്കറിയാം v = r ഒമേഗയാണ്. സോ ഒമേഗ എന്ന് പറയുന്നത് v/r ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ v പ്രൊപ്പോർഷണൽ ടു 1/√n ആണ്, r പ്രൊപ്പോർഷണൽ ടു n ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. യെസ്, r പ്രൊപ്പോർഷണൽ ടു n ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുക. സോ 1/n റൈസ് ടു ഹാഫ് പ്ലസ് 1 3/2 ആണ്. അതും തെറ്റാണ്. സോ വാട്ട് അബൌട്ട് ദി ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ mvr ആണ് അല്ലെ. സോ L പ്രൊപ്പോർഷണൽ ടു v എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമുക്ക് 1/√n ആയിട്ട് നമുക്ക് എടുക്കാം. r പ്രൊപ്പോർഷണൽ ടു n ആണ്. സോ L പ്രൊപ്പോർഷണൽ ടു √n ആയിട്ട് നമുക്ക് കിട്ടി. സോ D ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മളത് മോഡേൺ ഫിസിക്സിൽ കാണുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ബേസ് ചെയ്ത് അതൊരു റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് കൂളംസ് ഫോഴ്സ് ആണ്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കൈനറ്റിക് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വന്നു. ടോട്ടൽ എനർജി ഇവിടെ തന്നിട്ടുണ്ട് -E0/n. ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റുമായിട്ട് നമുക്ക് റിലേഷൻ ആദ്യം റേഡിയസിന് കിട്ടി. കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്പീഡിന് 1/√n എന്ന് കിട്ടി. ഒമേഗയിലേക്ക് നമ്മൾ എത്തി. അതേപോലെ നമ്മൾ നമ്മുടെ ആംഗുലാർ മൊമെന്റത്തിന്റെ ആംഗുലാർ മൊമെന്റം ആണ് നമുക്ക് എക്സാക്ട് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ്. The refractive index n1 and n2 as shown in figure. നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് വരണമെങ്കിൽ have to think n2 is greater than n1 and theta c is the critical angle, then which of the following statement is not true? തെറ്റായിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് വ്യക്തതയായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് ആയിരിക്കണം അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇവിടെ n2 is greater than 1, so that is satisfied. Good. അത് ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. θ1 = θ3 നമുക്കറിയാം. ഒരു സാധാരണ ഒരു റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഒരു 5% എപ്പോഴും ഇന്റേണലി റിഫ്ലക്റ്റഡ് ആയിരിക്കും അല്ലെ. 95% റിഫ്രാക്ട് ചെയ്ത് വരും. പക്ഷെ അത് 100% വരുന്നത് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ. അപ്പോൾ ഈ ആംഗിൾ θ1 എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ചോയ്സ് പറയുന്നത് θ1 = θ3, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഫോർ ആൾ വാല്യൂസ് ഓഫ് θ1. ഷുവർലി, കാരണം ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്ത് പറയുന്നത് cos θ2, this θ2 is imaginary for θ1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ θc. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഈ θ1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ θ3 ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും നടന്നു കഴിഞ്ഞാൽ അവിടെ നോ റിഫ്രാക്റ്റഡ് റേ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് cos θ2 is imaginary. That is also right statement. അടുത്ത കൺസെപ്റ്റ് വരുന്നത് cos θ2 = 0 for θ1 = θc.
തീറ്റ 1 തീറ്റ സി ആയി മാറുമ്പോൾ നമുക്കറിയാം അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ ഇത് ഗ്രേസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ തീറ്റ 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 90 എന്ന് പറയുന്നത് 0 ആകും. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അടുത്ത് പറയാണ് കോസ് തീറ്റ 3 ഈസ് ഇമാജിനറി. തീറ്റ 3 എന്ന് പറയുന്നത് ഇമാജിനറി ആകുകയാണ് ഫോർ തീറ്റ 1 ഈക്വൽ ടു തീറ്റ സി. തീറ്റ 1 ഈക്വൽ ടു തീറ്റ സി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിളിൽ ഏത് ആംഗിൾ വരുന്നോ അതേ കൺസെപ്റ്റിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരത്തില്ലേ? അപ്പോ അവിടെ അത് പോസിബിൾ ആയ കാര്യമാണ്, ഇമാജിനറി അല്ല. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡി ചോയ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോഡിയോ 1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന CBSE സ്റ്റുഡൻസിന് വേണ്ടി നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിന് നിങ്ങളുടെ 35 മാർക്സിൽ 35 കിട്ടുന്ന തരത്തിലുള്ള റിവിഷൻ പ്രോസസ്സ് SS ഫിസിക്സ് ക്ലാസ്സസിലെ സജ്ജമാണ്. താല്പര്യമുള്ളവരെ ബന്ധപ്പെടേണ്ടതാണ്. നക്ഷലിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും മാക്സിമം അസർഷൻ റീസൺ ടൈപ്പും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമുമായിട്ട് ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് എത്തുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. നോക്കൂ, the intensity of light from a continuously emitting laser source operating at a 638 nanometer wavelength is modulated at 1 gigahertz. The modulation is done by momentarily cutting the intensity of with a frequency 1 gigahertz. What is the farthest distance apart two detectors can be placed in the line of the laser light so they can see the portions of the same pulse simultaneously? Consider the speed of light in air as 3 into 10 to the power of 8. So that is the concept. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 ഡിറ്റക്ടേഴ്സും. അപ്പോ അങ്ങനെ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കുക, അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് വേവ് ലെന്തിന്റെ ഓർഡറിലായിരിക്കണം. ദാറ്റ് ഈസ് ദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം the time period, the time gap between the two detectors എന്ന് പറയുന്നത് it is nothing but the reciprocal of the frequency. അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് വേവ് ലെന്ത് കണ്ടുപിടിച്ചാൽ പോരെ. So that is nothing but equal to C division by F. അതാണ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ 3 into 10 to the power of 8 division by 1 gigahertz എന്നാണ് നമ്മളോട് പറയാം. എന്ന് പറയുമ്പോൾ അത് 3/10 as is equal to 0.3 meter. That means we can say that's 30 centimeter. So മിനിമം നമ്മൾ അറിയേണ്ടത്, ഒരു ലൈൻ ഓഫ് സൈറ്റിൽ നമുക്ക് വ്യൂ ചെയ്യപ്പെടണമെങ്കിൽ 2 ഡിറ്റക്ടേഴ്സും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വേവ് ലെന്തിന്റെ ഓർഡറിൽ ആയിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A conducting rod with a resistor of resistance capital R is pulled with a constant speed V on a smooth conducting rail. A constant magnetic field B is directed into the page. If the speed of the bar is doubled, so the second case അത് ഡബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ by what factor does the rate of heat dissipation across the resistance R change? So the rate of heat dissipation, the power lost there, so that is nothing but equal to the EMF there induced division by R. So that is nothing but equal to BLV square division by R. That is a very important one. മറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ we can say that P is equal to a constant K into V square. അങ്ങനെയാണെങ്കിൽ 2 കേസസിൽ നമുക്ക് പറയാം P2/P1 എന്ന് പറയുന്നത് V2 square division by V1 square അല്ലേ. So V2 is what here? It becomes a double that of the initial one. So that is equal to 4 into V1 square by V1 square. So you get the value that P to take the value as 4 times of its initial one. That means you can take the answer as the D choice.
സോ നമ്മുടെ ഇൻഡക്ഷൻ കോൺസെപ്റ്റുമായിട്ട് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 37. The time period of a body undergoing simple harmonic motion is given as t is equal to p to the power of a, d to the power of b, and s to the power of c, where p is the pressure, d the density, and s is the surface tension. Then the values of a, b, and c are. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെറിവേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. സോ ആദ്യം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി രണ്ട് സൈഡിലുമുള്ള അതിൻ്റെ കറക്റ്റ് ഡയമെൻഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ആദ്യം നമുക്ക് വേണ്ടത് പ്രഷറാണ്. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് ഓർക്കുക. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മറന്നു പോകരുത്, എം ഇൻറ്റു എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. അടുത്ത് വേണ്ടത് നമുക്ക് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ആണ്, മറന്നു പോകരുത്, എം ഇൻറ്റു എൽ റൈസ് ടു -3. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്, അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ എം ടി റൈസ് ടു -2. അപ്പോൾ ആദ്യം അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡയമെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എം ടു ദ പവർ ഓഫ് 0, ടി ടു ദ പവർ ഓഫ് 1, അതാണ് എൽ എച്ച് എസ് എന്ന് പറയുന്നത്. പ്രഷർ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ടു ദ പവർ ഓഫ് എ, ആൻഡ് ഡി എം എൽ റൈസ് ടു -3 ടു ദ പവർ ഓഫ് ബി, ആൻഡ് എം ടി റൈസ് ടു -2 ദ പവർ ഓഫ് സി. ഇനി അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ എം ടു ദ പവർ എന്ന് പറയുന്നത് ഇവിടെ എ, ബി, ഹിയർ സി. സോ ലെങ്ത് എന്ന് പറയുന്നത് -a -3b. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് there. ആൻഡ് ടൈമിന് -2a -2z. അതാണ് എം ടു ദ പവർ ഓഫ് 0, എൽ ടു ദ പവർ ഓഫ് 0, ടി ടു ദ പവർ ഓഫ് -1. അപ്പൊ ഇനി എം ടു ദ പവർ ഓഫ് 0 എന്ന് പറയുന്നതാണ് എ പ്ലസ് ബി പ്ലസ് സി ആയിട്ട് നമുക്ക് കിട്ടി. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 0 ഈക്വൽ ടു എല്ലിന്റെ ഡയമെൻഷൻ -a -3b. ദാറ്റ് മീൻസ് എ പ്ലസ് 3b എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. അടുത്ത കൺസെപ്റ്റ് -1 എന്ന് പറയുന്നത് -2 ഇൻറ്റു എസ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ പ്ലസ് സി. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താണ് എ പ്ലസ് സി എന്ന് പറയുന്നത്? വി ക്യാൻ റൈറ്റ് ടു ബി യെസ് -b ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 ഇൻറ്റു -b. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് യെസ് 1/2 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഹിയർ മൈനസ് മൈനസ് ക്യാൻസൽ ആക്കാം നമുക്ക്. ഓക്കെ, look, -1 is equal to -2 into a plus c. Good. -1 equal to -2 into a plus c. So -2 into a plus c. A plus c എന്ന് പറയുന്നത് -b ആയിട്ട് നമുക്ക് കിട്ടി. ഗുഡ്. അപ്പോൾ ബി ഈ മൈനസ് ക്യാൻസൽ ആയി. സോ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് -½ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബിയുടെ വാല്യൂ ഓക്കെ, so here that is 1. Here 1, it is labeled as so here +1. So 1 equal to, so minus +½ ആയിട്ട് നമുക്ക് എഴുതാം. സോ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -3b ആണ്. സോ -3/2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി നമുക്ക് വേണ്ടത് സിയുടെ വാല്യൂ ആണ്. സോ സി എന്ന് പറയുന്നത് -b -a ആണ്. സോ -b, ബിയുടെ വാല്യൂ 1/2 ആണ്.
minus a എന്ന് പറയുന്നത് s plus 3/2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് അപ്പൊ എയുടെ വാല്യൂ -3/2 ആണ്, ബിയുടെ വാല്യൂ 1/2 ആണ്, ദെൻ സിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡി ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്, ഓർത്തിരിക്കുക. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വൺ. സി സോ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട ക്ലാസ്സസും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. Consider the following statement regarding the real images formed with a converging lens. Real images can be seen only if the image is projected onto the screen. നമ്മൾ സാധാരണ ലാബിലും നമ്മുടെ കേസസിലും എല്ലാം നമുക്ക് വിസിബിൾ ആകണമെങ്കിൽ നമ്മളൊരു സ്ക്രീനിലാണ് പതിപ്പിക്കുക പതിവാണ്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അല്ലാതെ നമുക്ക് പറ്റുമോ, കാണാൻ പറ്റുമോ സ്ക്രീൻ ഇല്ലാതെ? സപ്പോസ് നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മളൊരു ബൈനാക്കുലർ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ, ടെലസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു സ്ക്രീനിൽ പതിപ്പിച്ചിട്ടല്ല നമ്മൾ കാണും, നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് അത് പതിക്കപ്പെടുകയാണ് അല്ലെ. സോ അവിടെയും ഇൻവെർട്ടഡ് ഇമേജസ് അല്ലേ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് നമുക്ക് പറയേണ്ടി വരും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത കൺസെപ്റ്റ് പറയുന്നത് the real image can be seen only from the same side of the lens as that on which the object is positioned. അപ്പോൾ നമ്മളൊരു കൺവേർജിങ് ലെൻസ് ഉണ്ട്, ഇവിടെ നിന്ന് നമ്മൾ ഓബ്ജക്റ്റ് വെച്ചു, ഒരു ഇമേജ് ഇവിടെ ഉണ്ടായി, അത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്കത് വിഷ്വൽ ആകൂ എന്ന് പറയാൻ പറ്റില്ല. എവിടെയാണെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണ്. Real images produced by a converging lens are not only laterally but also longitudinally inverted as with mirrors. അത് മിറേഴ്സിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ലാറ്ററൽ ഇൻവേർഷൻ ഈസ് ദെയർ, ബട്ട് നോട്ട് ദ കേസ് വിത്ത് ഹിയർ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയല്ല എമംഗ് ദ ത്രീ എന്നുള്ള കാര്യം ഓർക്കുക, എസ്പെഷ്യലി അബൌട്ട് ദ റിയൽ ഇമേജസ്. A zinc ball of radius r equal to 1 centimeter is charged to a potential of -0.5 volt. The ball is illuminated by a monochromatic ultraviolet light with a wavelength of 290 nanometer. The photoelectric threshold for zinc is 332 nanometer. The potential of the ball after a prolonged exposure of the ultraviolet is. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ -0.5 വോൾട്ട് ആണ്. ഓക്കെ, ഇപ്പോ സ്വാഭാവികപരമായിട്ടും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇലക്ട്രോണിന്റെ കോൺസെപ്റ്റുകൾ അനുസരിച്ച് സ്വാഭാവികപരമായിട്ടും ആ പൊട്ടൻഷ്യലിനും മാറ്റം വരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് ഒരല്പം കഴിയുമ്പോൾ നമ്മുടെ ബോളിന്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് എന്താണ് ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? സോ അവിടെ നാനോമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് നമ്മൾ സാധാരണ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ 1 2 4 2 ദാറ്റ് ഡിവിഷൻ ബൈ നാനോമീറ്ററിലുള്ള നമ്മളുടെ വേവ് ലെന്ത് കൊടുക്കുകയാണെങ്കിൽ സോ മച്ച് ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് കിട്ടും അല്ലെ, അറൗണ്ട് 3.474 ഇലക്ട്രോൺ വോൾട്ട്. അതേപടി നമ്മൾ വരുന്ന എമൗണ്ട് ഓഫ് എനർജി വന്ന് വീഴുന്നത് 290 നാനോമീറ്ററിന്റെ ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ അവനിലുള്ള എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഡിവിഷൻ ബൈ 290 ഇലക്ട്രോൺ വോൾട്ട്. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 4.28 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് we can say as 4.28 electron volt minus 3.74. So you get the value as is equal to 0.54 electron volt. ഓർത്തിരിക്കുക, initially the sphere is negatively charged, so the electrons will go easily. After that the electron will leave
the potential will increase till that reaches the stopping potential. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0.54 EV ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ will take the value as is equal to 0.4 volt, 54 volt. So C is the answer. So simple ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് നമ്മൾ എത്തി. Number 14. A source simultaneously emitting light at two wavelength 400 nanometer and 800 nanometer that is used in the Young's double slit experiment. If the intensity of light at the slit for each wavelength is I0, then the maximum intensity that can be observed at any point on the screen is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് വേവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സെൻട്രൽ മാക്സിമത്തിലുള്ള മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു വേവ് ലെങ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു I0, ഇവിടുത്തെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്താണ്? നമുക്കത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ദ റിസൾട്ടന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ I0 പ്ലസ് 2 റൂട്ട്, ഓക്കെ, ഇത് I1 ഇത് I2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ I1 I2 cos phi. ഇപ്പൊ മാക്സിമം ഇന്റൻസിറ്റി എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഫൈ എന്ന് പറയുന്നത് 0 ആയേ പറ്റൂ. ഇവിടെ ഓരോ സോഴ്സിന്റെയും ഇന്റൻസിറ്റി സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ 2 into root I0 cos 0 1 ആയി. ദാറ്റ് മീൻസ് 2I0 plus 2I0 എന്ന് പറഞ്ഞാൽ 4I0 ആയിട്ട് മാറും. അപ്പോൾ അത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ലെങ്ത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 4I0 ആണ്. അപ്പോൾ പക്ഷെ ഇവിടെ രണ്ട് വേവ് ലെങ്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് ഇന്റൻസിറ്റി ദാറ്റ് മച്ച് ഡ്യൂ ടു 400 നാനോമീറ്റർ എന്ന് പറയുന്നത് 4I0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 800 നാനോമീറ്റർ എടുക്കുമ്പോഴും 4I0. അപ്പൊ ടോട്ടൽ ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ മാക്സിമ എന്ന് പറയുന്നത് 8I0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഡി ഈസ് ദ ആൻസർ. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് 4I0 അല്ലേ എന്ന് തോന്നും, പക്ഷെ അത് ഒരു വേവ് ലെങ്ത് കാരണമുള്ളതാണ്. അങ്ങനെ രണ്ട് വേവ് ലെങ്ത് കൂടെ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനെ 8I0 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഡിയർ സ്റ്റുഡൻസ്, KVPY ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതിനെ വില കുറച്ച് കാണരുത്. ഏറ്റവും നല്ല ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ തയ്യാറായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. So take care. God bless you.